പ്രിയമുള്ളവരെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ. കാരണം പി.സി. ജോർജിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഓന്ത് രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് ആ മണ്ഡലം ശ്രദ്ധേയമാണ് എന്ന് പറയാം. അദ്ദേഹം ബി.ജെ.പിയിലെത്തിയതിനു ശേഷം ആ മണ്ഡലം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നോക്കിയാൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അടിസ്ഥാനത്തിൽ നോക്കിയാൽ പൂഞ്ഞാർ തെക്കേക്കര എന്ന പഞ്ചായത്ത് ബി.ജെ.പി നേടിയിട്ടുണ്ട് എന്നതിലപ്പുറം വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ ഒന്നും ബി.ജെ.പിക്ക് ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളതായി കാണുന്നില്ല. ആകെ 10 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണുള്ളത്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ. അതിൽ 5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ യു.ഡി.എഫിന് വ്യക്തമായ മേധാവിത്വമുണ്ട്. ഒരിടത്ത് സമാസമമാണ്. എൽ.ഡി.എഫ് 2 പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്. എൻ.ഡി.എക്കുള്ളത് ഈ പൂഞ്ഞാർ തെക്കേക്കര എന്ന പഞ്ചായത്ത് മാത്രമാണ്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു അവിയൽ കണക്കുള്ള സംഭവവികാസമാണുള്ളത്. പക്ഷേ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അവിടെ യു.ഡി.എഫ് സ്വതന്ത്രന്മാരുടെയൊക്കെ പിന്തുണയോടുകൂടി ഭരിക്കുന്നു എന്നാണ്. എന്തായാലും അവിടെ എസ്.ടി.പിക്കും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും അതുപോലെ എൽ.ഡി.എഫിനുമൊക്കെ സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ബി.ജെ.പി അവിടെയും 0 സീറ്റാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ പഞ്ചായത്തുകളുടെയൊക്കെ ഒരു റിസൾട്ട് എടുക്കുകയാണെങ്കിൽ പി.സി. ജോർജ് ബി.ജെ.പി ടിക്കറ്റിൽ നിന്നാൽ അവിടെ മത്സരിച്ച് വിജയിക്കുവാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഈ പഞ്ചായത്തുകളുടെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ എൽ.ഡി.എഫ് പൂഞ്ഞാർ തെക്കേക്കര, അതായത് എൻ.ഡി.എ നേടിയ ആ പഞ്ചായത്തിൽ എടുക്കുകയാണെങ്കിൽ എൽ.ഡി.എഫ് 5, ബി.ജെ.പി 7, യു.ഡി.എഫ് 2 എന്നാണ് കക്ഷിനില. 2 സീറ്റിൻ്റെ മെജോറിറ്റിയിലാണ് അവിടെ എൻ.ഡി.എക്ക് ഭരണം ലഭിക്കുന്നത്. ഇനി പൂഞ്ഞാറിൽ വരികയാണെങ്കിൽ യു.ഡി.എഫ് 5, എൽ.ഡി.എഫ് 3, എൻ.ഡി.എ 4 എന്നാണ് കക്ഷിനില. അത് യു.ഡി.എഫിന് കിട്ടുന്നു. തിക്കോയിൽ യു.ഡി.എഫും എൽ.ഡി.എഫും സമാസമമാണ്. എൻ.ഡി.എക്ക് അവിടെ ഒറ്റ സീറ്റാണുള്ളത്. തിടനാട് വരികയാണെങ്കിൽ യു.ഡി.എഫ് 6, എൽ.ഡി.എഫ് 4, എൻ.ഡി.എ 4 എന്നിങ്ങനെയാണ് കക്ഷിനില. എരുമേലിയിൽ യു.ഡി.എഫ് 12, എൽ.ഡി.എഫ് 6, എൻ.ഡി.എ 2 എന്നാണ് കക്ഷിനില. കൂട്ടിക്കൽ വരികയാണെങ്കിൽ യു.ഡി.എഫ് 9, എൽ.ഡി.എഫ് 2, എൻ.ഡി.എ 1 ആണ് കക്ഷിനില. കോരുത്തോട് വരികയാണെങ്കിൽ എൽ.ഡി.എഫ് 7, യു.ഡി.എഫ് 4, എൻ.ഡി.എ 2 എന്നാണ് കക്ഷിനില. മുണ്ടക്കയം വരികയാണെങ്കിൽ യു.ഡി.എഫ് 12, എൽ.ഡി.എഫ് 7, ബി.ജെ.പി 0 എന്നാണ് കക്ഷിനില. പാറത്തോട് വരികയാണെങ്കിൽ യു.ഡി.എഫ് 8, എൽ.ഡി.എഫ് 10, എൻ.ഡി.എ 1 എന്നാണ് കക്ഷിനില. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലും ബി.ജെ.പി 0 ആണ്, സീറ്റുകളില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, മുണ്ടക്കയത്തും പഞ്ചായത്തിലും ബി.ജെ.പിക്ക് സീറ്റില്ല, 0 സീറ്റാണ്. പാറത്തോട് എൻ.ഡി.എക്ക് ഒറ്റ സീറ്റാണുള്ളത്. അതുപോലെ കോരുത്തോട് 2 സീറ്റാണുള്ളത്. കൂട്ടിക്കലിൽ ഒറ്റ സീറ്റാണുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1, 2, 0 അങ്ങനെ സീറ്റുകളാണ് ബി.ജെ.പിക്ക് മിക്ക പഞ്ചായത്തുകളിലും ഉള്ളത്. പൂഞ്ഞാർ തെക്കേക്കരയിൽ ബി.ജെ.പി ഭരണം നേടിയിട്ടുണ്ടെന്ന് ശരിയാണ്. തെക്കേക്കര കൂടാതെ പൂഞ്ഞാർ എന്ന പേരിൽ ഒരു പഞ്ചായത്ത് കൂടിയുണ്ട്. അവിടെ ബി.ജെ.പിക്ക് 4 മെമ്പർമാരുണ്ട്. തിട്ടനാടും ബി.ജെ.പിക്ക് 4 മെമ്പർമാരുണ്ട് എന്നതിനപ്പുറം ബി.ജെ.പി വലിയ കാര്യമായ നേട്ടങ്ങൾ ഒന്നും പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ നേടിയിട്ടില്ല എന്നത് വാസ്തവമാണ്. നമ്മൾ തിരഞ്ഞെടുപ്പ് കണക്കുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. യു.ഡി.എഫ് അവിടെ 5 പഞ്ചായത്തുകൾ നേടിയിട്ടുണ്ട്. എൽ.ഡി.എഫ് 2 പഞ്ചായത്ത്, 1 പഞ്ചായത്ത് എൻ.ഡി.എ നേടിയിട്ടുണ്ട്. 1 പഞ്ചായത്ത് ഏകദേശം സമാസമമാണ്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി സ്വതന്ത്രരുടെ പിന്തുണയോടെ യു.ഡി.എഫ് ഭരിക്കുന്നു. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് അവിടെ സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നു. പി.സി. ജോർജിനെ പരാജയപ്പെടുത്തിയാണ്. പക്ഷേ അതിനു മുമ്പ് പി.സി. ജോർജ് വലിയ ഭൂരിപക്ഷത്തിൽ 27,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ച ഒരു മണ്ഡലമാണിത്. അന്ന് അവിടെ അദ്ദേഹത്തിന് യാതൊരു പാർട്ടിയുടെ പിൻബലവും ഉണ്ടായിരുന്നില്ല എന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ടേമിൽ പി.സി. ജോർജ് അവിടെ മത്സരിക്കുവാൻ വന്നാൽ വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ അവിടെ വിജയിക്കുവാനുള്ള സാധ്യതകൾ വിരളം എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് ഈ റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒരു റിസൾട്ടിൽ ഒരു കാര്യം കൂടി സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം 16,581 വോട്ടുകൾക്കാണ് പി.സി. ജോർജിനെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പരാജയപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ ബി.ഡി.ജെ.എസ്, അതായത് എൻ.ഡി.എ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന സെന്നിന് കിട്ടുന്ന വോട്ട് 2,965 വോട്ടുകളാണ്. അതായത് വ്യക്തമായി ബി.ജെ.പിയുടെ വോട്ടുകൾ പി.സി. ജോർജിന് അനുകൂലമായി മറിഞ്ഞിട്ടും പി.സി. ജോർജ് അവിടെ പരാജയപ്പെടുന്നുണ്ട്. കാരണം നമുക്കറിയാം, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പി.സി. ജോർജിന് മാത്രമാണ് അവിടെ ബി.ജെ.പി വോട്ടുകൾ ലഭിക്കുക. കാരണം ബി.ഡി.ജെ.എസ് എന്ന് പറയുന്ന ബി.ജെ.പി മുന്നണിയിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് അവിടെ 2,965 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. അതിനു മുമ്പ് അവിടെ ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥി, അതായത് 2016 ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥിക്ക് 20,000 വോട്ടുകൾ
ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ബാക്കി വോട്ടുകൾ വോട്ടുകൾ BJP മറിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തം PC ജോർജിന്. എന്നിട്ട് PC ജോർജ് അവിടെ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇനി ഒരു ചാൻസ് അവിടെ PC ജോർജിന് ഉണ്ട് എന്ന് തോന്നില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അന്ത്യം തന്നെയായിരിക്കും. UDFനെ സംബന്ധിച്ച് അവിടെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ സീറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേരല്ല ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്, മറ്റൊരു പേരാണ്. അതായത് സജി മഞ്ഞക്കടമ്പൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. അതായത് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ നോമിനിയായിട്ട് PV അൻവറിൻ്റെ പാർട്ടിയുടെ നോമിനിയായിട്ട് ഒരുപക്ഷെ UDFന് വേണ്ടി അവിടെ മത്സരിക്കും എന്ന ചില ചർച്ചകൾ മാധ്യമങ്ങളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവിടെ അദ്ദേഹത്തെ മത്സരിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് PV അൻവർ ഇറങ്ങിയാൽ അവിടെ ഒരുപക്ഷെ മുസ്ലിം വോട്ടുകൾ ക്രോഡീകരിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. ഈരാറ്റുപേടയുള്ള പോലെയുള്ള മുസ്ലിം ബെൽറ്റുകളിലെ വോട്ടുകൾ ഒരുപക്ഷെ PV അൻവറിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കാം. ആ വോട്ടുകളും പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകളും ഒക്കെ ചേർത്ത് ഒരുപക്ഷെ അവിടെ UDFന് സജി മഞ്ഞക്കടമ്പനിലൂടെ വിജയിച്ചു വരുവാൻ കഴിയും എന്ന നിഗമനം അവിടെ UDF നടത്തുന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. കഴിഞ്ഞ പ്രാവശ്യം സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വിജയകാരണം, അദ്ദേഹത്തിൻ്റെ വിജയത്തിന് പ്രധാനപ്പെട്ട കാരണം PC ജോർജിൻ്റെ ചില മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളുടെ ഫലമായി ആ വോട്ടുകൾ ജയിക്കുവാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന പേരിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അനുകൂലമായി ക്രോഡീകരിക്കപ്പെട്ടതുകൊണ്ടാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വിജയിച്ചത്. പക്ഷേ ഇപ്പോൾ സജി മഞ്ഞക്കടമ്പൻ അവിടെ UDF സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഒരുപക്ഷെ ആ വോട്ടുകൾ സജി മഞ്ഞക്കടമ്പലിന് കൂടി വിഭജിച്ചു പോകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അത് അടിസ്ഥാനമാക്കിയായിരിക്കും പൂഞ്ഞാറിൽ വിജയപരാജയങ്ങളൊക്കെ നിർണ്ണയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന ഒരു വിശകലനം കൂടി വരുന്നുണ്ട്. എന്തായാലും BJP അവകാശപ്പെട്ടതുപോലെ അല്ലെങ്കിൽ PC ജോർജ് അവകാശപ്പെട്ടതുപോലെ PC ജോർജിൻ്റെ ഒരു സാന്നിധ്യം BJPക്ക് പൂഞ്ഞാർ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത്. ആകെ 10 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഒരു സ്ഥാപനം മാത്രം പൂഞ്ഞാർ തെക്കേക്കര എന്ന പഞ്ചായത്ത് മാത്രമാണ് BJPക്ക് വേണ്ടി അവിടെ PC ജോർജ് നേടുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ പഞ്ചായത്ത് തന്നെ നേരത്തെ BJPക്ക് ശക്തമായ സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ്. അത് തന്നെ 2 സീറ്റിൻ്റെ നേരിയ ഒരു മുൻതൂക്കത്തിൽ മാത്രമാണ് BJP അല്ലെങ്കിൽ NDA അവിടെ അധികാരത്തിൽ വരുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. സ്ഥിതികണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും PC ജോർജ് തന്നെയായിരിക്കും പൂഞ്ഞാറിൽ NDA സ്ഥാനാർത്ഥി എന്നാണ്. കാരണം ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വരുന്നത് ഷോൺ ജോർജ് പാലയിൽ വിജയിക്കും, പൂഞ്ഞാറിൽ തനിക്ക് തന്നെയാണ് വിജയ സാധ്യത എന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥ്യം NDA അവിടെ ഉറപ്പിക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി LDFന് വേണ്ടി അവിടെ രംഗത്തിറങ്ങും. ഒരുപക്ഷെ സാധ്യതകളൊക്കെ സൂചിപ്പിക്കുന്നത് സജി മഞ്ഞക്കടമ്പൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ കേരള തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ്. എന്തായാലും മത്സരം ടൈറ്റായിരിക്കുമെങ്കിൽ തന്നെയും അവിടെ സ്ഥിതിഗതികളുടെ ഒരു വിശകലനം അനുസരിച്ച് ഇപ്പോൾ PC ജോർജ് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുവാൻ തന്നെയാണ് സാധ്യത. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.